അജു, ലൈഫിൽ എപ്പോഴെങ്കിലും നീ ബ്രേക്കപ്പ് അനുഭവിച്ചിട്ടുണ്ടോ? ആ നല്ല ആളോടാ. ഓടാ, നിനക്കറിയാവുന്നില്ലേ പിന്നെന്താ. എടാ അതല്ല, അതിന് ബ്രേക്കപ്പ് എന്ന് പോലും വിളിക്കാനാവുമെന്ന് എനിക്കറിയില്ല. രണ്ടുപേര് തമ്മിൽ ഇഷ്ടത്തിലായി ഒരുമിച്ച് നടന്ന് നാളുകൾക്ക് ശേഷം ചെറുതോ വലുതോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പിരിയുന്നു. ശരിയാ, അതിന് പേര് ബ്രേക്കപ്പ് എന്ന് തന്നെയാണ്. പക്ഷേ ഒരിക്കലും തമ്മിച്ചേരാണ്ട് ഒരാൾക്ക് മാത്രം ഉണ്ടായ സ്നേഹത്തിൻ്റെ പേരിൽ 5-6 വർഷമൊക്കെ പിറകെ നടന്ന് അവസാനം സ്വന്തമായില്ലെന്ന് ഉറപ്പിക്കുമ്പോൾ സ്വയം ഒരുപാട് തളർന്നു എന്ന് മനസ്സിലാവുമ്പോൾ എല്ലാം വിട്ട് ലൈഫ് ഹാസ് ടു മൂവ് ഓൺ എന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് എന്താ വിളിക്കുക? അതും ബ്രേക്കപ്പ് തന്നെയാണോ? അറിയില്ല. അത് അവനെ പറ്റി തന്നെയാണ്, അവൻ്റെ ലൈഫിലെ ഒരു കുഞ്ഞു പാസ്റ്റ്. യാ, ഇറ്റ്സ് ഓവർ. ഇനി ഒരിക്കലും ഞാൻ ഇതിനെപ്പറ്റിയൊന്നും ആരോടും സംസാരിക്കത്തില്ല. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ തോന്നും. അതൊക്കെ പോട്ടെ, അവിടെ ഉണ്ടോ? ആ ഉണ്ട്, ജോലിക്കോ നിക്കോ? ഇവ ഈ ജോലി ജോലി എന്നും പറഞ്ഞു എങ്ങോട്ടാ പോണേ? ഇന്നേലും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പറ. നിങ്ങൾക്ക് തന്നെ അങ്ങ് പറഞ്ഞൂടെ? ഏത് ജോലിക്കായാലും ആളൊന്ന് ചിട്ടയായി വരുന്നുണ്ട്. അല്ല, നീ ഇതെന്തുവാ പറയുന്നേ? എന്തായാലും നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ? ചെറുക്കനെ ചുമ്മാതങ്ങ് അയച്ചു വിട്ടാ നാളെ നാട്ടുകാർ എന്തായിരിക്കും പറയുന്നത്? നിങ്ങളും നിൽക്ക്, ഞാൻ അവൻ ആഹാരം ഒന്ന് എടുത്തു വെക്കട്ടെ. ഹലോ ഹലോ ഹലോ, പോയാ? ഇല്ല, ഞാൻ അവൻ്റെ ദോശ എടുത്ത് വെക്കാൻ പോയതാ. നിങ്ങൾ പറയ്. അല്ല, അവ എവിടെയായി പോണെന്ന് എനിക്കറിയണം. ഞാൻ ചോദിച്ചാൽ ശരിയാവില്ല. നീ നൈസായിട്ടൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചാൽ അവൻ പറയും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കാര്യത്തിൽ നീ ചോദിച്ചാലേ എന്തെങ്കിലും അവൻ പറയത്തുള്ളൂ. പിന്നെ നീ ആയോണ്ട് അവൻ വേറെ ഒന്നും പറയത്തുമില്ല. അതെന്തായാലും കൊള്ളാം. ഇനി ഞാൻ അവനോട് ചോദിച്ചിട്ട് വേണം അവൻ എന്നോട് കിടന്ന് ചാടാൻ. ചെറുക്കന് ഈയിടെ ദേഷ്യം കുറച്ച് കൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംസാരം നീ എന്നെ കേട്ടതല്ലേ? അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ചോദിക്കാൻ പോകാത്തത്. പിന്നെ പറ്റുവാണെങ്കിൽ നീ ഇന്ന് തന്നെ ഈ കാര്യം ഒന്ന് ചോദിച്ചേക്കാൻ എൻ്റെ അടുത്ത്. ആ, ഞാൻ അവനോട് ചോദിച്ചു നോക്കാം. നീ ജോലി ജോലി എന്ന് പറഞ്ഞ് എങ്ങോട്ടാ പോണേ? അതൊന്നും പറയാൻ പറ്റൂല. നിനക്കൊന്ന് പറഞ്ഞിട്ട് വെക്കൂടെ? പറയാറാവുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞോളാം. പറയാന്ന്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്രണ്ടിലെ ഡോറ് പൂട്ടിയിടുവേ. പൂട്ടിക്കോ, ഞാൻ പുറകെ കൂടെ പൊക്കോളാം. എടാ, നിനക്ക് ഈ ഡ്രസ്സും ബാഗൊക്കെ നിന്റെ വീട്ടിൽ വെച്ചാൽ പോരെ? ആ ബെസ്റ്റ്. ഞാൻ വീട്ടിലൊന്നും അറിയാണ്ടടാ പൊട്ട ഇതിനൊക്കെ ഇറങ്ങുന്നേ. അല്ല, അവരറിഞ്ഞപ്പോൾ എന്താ കുഴപ്പം? അവർക്കൊക്കെ ഭയങ്കര അഭിമാനമാടാ. ഡെലിവറിക്ക് വന്ന എന്താ നാണക്കേടുള്ള ജോലി വരിക, എന്തിനാ വെറുതെ. അല്ല, മോനിന്നെന്താ എൻ്റെ കൂടെ? അത് ഈ വെയിലത്ത് നീ ഓർഡറൊക്കെ എടുക്കണ്ടേ, അതുകൊണ്ടാടാ. ആ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ മാളുവിനെ കാണാനല്ലടാ എൻ്റെ കൂടെ കയറിയേ. അല്ലാണ്ട് നീ പോടാ, അങ്ങനൊന്നും അല്ല. എടാ ദേടാ, നിന്റെ അച്ഛൻ നിൽക്കുന്നത് കടയിൽ. ദേടാ, ആ കടയിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യും? നിക്കടാ, ഞാൻ ഈ റൂട്ടൊന്ന് നോക്കട്ടെ. റൂട്ടാ? എടാ ഇതെങ്ങോട്ടാ? ആ, ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടാണെങ്കിലേ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ടൊരു വഴിയുണ്ട്, നമുക്ക് ആ വഴി പോയാലോ? റൈറ്റിലോട്ടാ? ആടാ. എന്നാ ഞാൻ പോട്ടെ. അല്ല, അപ്പം ഞാൻ വരണ്ടേ? നീ ഇവിടെ നിൽക്ക്, ആ ബാങ്ക് വന്നേ. അല്ല, നീ എങ്ങനെ പോകാനാ മൈൻഡ്? ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ട് പോവാം. നീ എങ്ങനെയും പോ. ഓ, അങ്ങനെ തന്നെ ആണല്ലോ. എടാ എന്നാ പോവുകയാണേ. ആ, ടാറ്റ ചേട്ടാ, ഒരു ലിഫ്റ്റ്. ഒരെണ്ണം. എല്ലാം കഴിഞ്ഞ് എല്ലാം മറന്ന് അധികം ആഗ്രഹങ്ങളൊന്നുമില്ലാണ്ട് ലൈഫ് വാസ് ഗോയിങ് ഗുഡ്. ഓട്ടം കുറച്ച് കൂടുതലായിരുന്നെങ്കിലും ലൈഫ് ഒരുമാതിരി സ്റ്റേബിളാണ്. അതൊക്കെ തന്നെ പോരെ. അപ്പോഴാണ് അന്ന്
ഓരോരോ മാരണങ്ങൾ. ഫോണും എടുക്കൂല, ഓർഡറും ചെയ്തിട്ട് കോപ്പ്. ആ ഇവിടെ തന്നെ. എത്ര നേരമായി സാർ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്? ഒന്ന് വന്നൂടെ? എനിക്കിപ്പോഴാണ് വരാൻ തോന്നിയത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടോ? ഞാൻ വന്നിട്ട് കുറേ നേരമായി. എനിക്കിത് മാത്രമല്ല വേറെ ഓർഡർ കൊടുക്കാനുള്ളതാണ്. എടോന്നോ സാറേന്ന് വിളിക്കടാ. അങ്ങനെ തന്നെ ആദ്യം വിളിച്ചേ. തന്നെ ഒന്ന് സാറിന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ആണോ? എന്നാൽ മോൻ എനിക്ക് ഓർഡർ ഡെലിവറി ചെയ്യണ്ട, എടുത്തോണ്ട് പൊക്കോ. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. താൻ ചുമ്മാ തോന്നി പറയാടോ. തൻ്റെ ഓർഡറാ, വാങ്ങിച്ചോണ്ട് പോ. നിനക്കൊക്കെ തോന്നുന്ന സമയത്ത് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഒരു 5 മിനിറ്റ് താമസിച്ചതിൻ്റെയൊക്കെ കുഴപ്പമില്ല. എടുത്തോണ്ട് പോടാ എൻ്റെ ഓർഡർ. ആളത് പറഞ്ഞപ്പോഴാണ് എൻ്റെയിലും തെറ്റുണ്ടെന്ന് തോന്നി. പക്ഷേ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. അയാളും വിട്ടില്ല. ഒരു കണക്കിന് നോക്കിയാൽ വിട്ടുകൊടുക്കാത്ത നന്നായി. അതെന്താ? അതുകൊണ്ടല്ലേ അയാൾ എൻ്റെ കുത്തിനെ പിടിച്ചേ. ആ ബെസ്റ്റ്. ഇവനെന്തോ കൂടിയാന. അവൻ പറഞ്ഞു വരുന്ന കഥ എന്താന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്ക്. അപ്പോഴാണ് അവളെ ഞാൻ ആദ്യമായി കാണുന്നത്. എവിടെ നിന്നോ അവൾ ഓടി വന്നു, ഞങ്ങളെ പിടിച്ചു മാറ്റി. അയാളെ കൂട്ടി അകത്തേക്ക് പോയി. ചേട്ടാ സോറി, പിടിച്ചു മാറ്റിയപ്പോ അറിയാണ്ട് തട്ടിയതാ. ഇറ്റ്സ് ഓക്കേ. ഓർഡർ. ഓ ദാ. ചേട്ടാ വൺസ് അഗെയിൻ സോറി. എന്തിനാ? ആള് കുറച്ച് ഷോർട്ട് ടെമ്പേർഡാ. എൻ്റെയിലും തെറ്റുണ്ട്. ഞാനും കുറച്ച് ഓവറായിട്ട്. എടോ, റോങ് ഫീഡ്ബാക്ക് ഒന്നും കൊടുക്കല്ലേ. അല്ല ഓർഡറിന്. ഇല്ല, എന്റെ ഫോണിലാ ഓർഡർ ചെയ്തത്. സോ ആടോ. നോ. ഓക്കെ ഓക്കെ. എനിവേസ് താങ്ക്സ് നിഹ. വെയിറ്റ്, വാട്ട്? ഹൗ ഡു യു നോ മൈ നെയിം? പിടിവലിക്കിടയിൽ കേട്ടയാടോ. ഓക്കെ. എനിവേസ് നിഹ അല്ല, നിഹാരിക. ഐ ആം നിവിൻ. എന്നാ ഞാൻ പോട്ടെ. നിഹാരിക അല്ല, നിഹ. അത് മതി. ആൻഡ് ദാറ്റ് ലുക്ക്, ഇറ്റ് വാസ് സോ മാജിക്കൽ. മാളു, നിനക്ക് ആളാരാണെന്ന് മനസ്സിലായി? ആരാ? നമ്മുടെ കൂടെ പണ്ട് പഠിച്ച രാജ്യത്തില്ലേ, അവന്റെ കസിനാണ്. അവളോ? നിനക്കും അറിയോ? അതൊക്കെ പോട്ടെ. സോ യു ഗോട്ട് എ ക്രഷ് ഓൺ ഹർ? അയ്യ, അവന്റെ നാണം നോക്കി നീ. ഛേ. എടാ നിവിനെ, ഓടാ. നീ ഇത് ഫ്രീ ആണോ? നീ കാര്യം പറ. അല്ല, നീ ഫ്രീ ആണെങ്കിലേ എൻ്റെ കൂടെ മാളുവിനെ കാണാൻ വരും. ഇല്ലടാ, ഞാൻ വർക്കില്ല. ഇപ്പോൾ ഒരു ഓർഡർ വന്നേ ഉള്ളൂ. എടാ എന്താടാ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യാഞ്ഞിട്ടല്ലേ നിന്നെ കൊണ്ട് അല്ലാന്ന് ഞാൻ പറഞ്ഞേ. എന്തിനാണ് ഞാൻ വന്നിട്ട്? നിങ്ങളുടെ പ്രേമത്തിന് കാവലിരിക്കാനാ? കാവലല്ല, പക്ഷെ നീ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ. എന്തിനാണ്? നിങ്ങൾ അവസാനം നിങ്ങളുടെ കാര്യം നോക്കി പോകാനും ഞാൻ പോസ്റ്റ് ആവാൻ. എന്നാ നീ വരണ്ട. ഇല്ല, ഞാൻ വരണില്ല. ബസ്സൊന്നും വരുന്നില്ലല്ലോ. ഇത്ര നേരമായത്. കുറച്ചുകൂടെ നോക്കാം. ബസ് വരും. എടാ ഒരു മിനിറ്റ് പോരാ. അർജുനെ. അജിത്തെ, നീ എന്താ ഇവിടെ? കസിൻ എക്സാം ആടാ, അവളെ കൊണ്ടാക്കാൻ ഇറങ്ങിയതാ. ബൈക്കും പഞ്ചറായി, ബസ്സും വന്നില്ല ഇതുവരെ. എടാ ഈ സമയത്ത് ഇവിടുന്ന് ബസ്സൊന്നും ഉണ്ടാവില്ല. അയ്യോ. എടാ ഒരു ഹെൽപ്പ് ചെയ്യോ? നമ്മളെ ഇത്തിരി അവളുടെ കോളേജ് വരെ ഒന്നാക്കി തരുമോ? അവള് വന്നിട്ടുണ്ടോ? അതാ ബസ് സ്റ്റോപ്പിലുണ്ട്. എടാ ഇതാ. ആര്? അറിയോ? എടാ നിങ്ങൾ എന്തേ തിരക്കിലാണെങ്കിൽ വേണ്ട കേട്ടോ. എന്ത് തിരക്ക്? സീനൊന്നും അല്ല, നിനക്കെന്തോ ഓർഡർ തോന്നുന്നത്. അത് കുഴപ്പമില്ല. എന്നാ പിന്നെ കുഴപ്പമില്ലടാ, നമുക്ക് പോവാം. സമാധാനമായി. ലേറ്റായി. അതാ ഞാൻ ചെന്ന് വിളിച്ചിട്ട് സെറ്റാക്കാം. താങ്ക്സ് ഏട്ടാ. എടാ നിനക്കെന്താ പ്രാന്തായ? എടാ അത് നിഹയാടാ, ഞാൻ പറഞ്ഞ നിഹ. നിഹയാ? ചുമ്മാതല്ല, ഞാൻ കരുതി നീ നന്നായി പോയെന്ന്. ഇവളായിരുന്നല്ലേ അവള്? നീ ഇത് പിടിച്ചേ. ആണല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ക്രഷൊന്നും അല്ലടാ, ഉടഞ്ഞ് തുണ്ട് തുണ്ടായി വീണ് കിടക്കുന്ന ഹൃദയം. അത് വീണ്ടും ഒരാൾക്കായി ആരും നിർബന്ധിക്കാണ്ട് മിടിച്ചു തുടങ്ങും. അവളെ അറിയാൻ, അവൾക്കായി തുടരാൻ. അത് വെറും ക്രഷൊന്നും അല്ല. അപ്പൊ വെറും ക്രഷ് അല്ല, നിനക്ക് അവളെ പറ്റി കൂടുതൽ അറിയണം അല്ലേ? എക്സാക്ട്ലി, എനിക്ക് അത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് എൻ എസ് ഓർ നോ. ഞാൻ എങ്ങനെ അവളെ കാണുന്നതെന്ന് പറയണം. ആൻഡ് അവളെപ്പറ്റി ഇനിയും ഒത്തിരി എനിക്കറിയണം. സോ എപ്പോഴേലും നിങ്ങളൊന്ന് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമുണ്ട്. ഒരിക്കലും എന്തോ ചോദിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഐ ആസ്ക്ഡ് സംതിങ്.
ആക്ച്വലി ഐ എം ലൈക്കിംഗ് എ ലോട്ട് ടോക്കിംഗ് ടു യു. ശരിക്കും ആന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരാൾ. ചുമ്മാ. എന്തോ എന്നോട് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആരോടും ഓപ്പൺ അല്ലാത്തോണ്ടാവും. എന്തിനാ എല്ലാവരോടും ഓപ്പൺ ആവുന്നേ? എല്ലാവരോടും ഓപ്പൺ ആയ ലൈഫ് ഒരു രസം ഉണ്ടാവില്ല. നമുക്കൊരിക്കലും ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല. എന്തിനാ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്? ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലതല്ലേ? ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരെ കണ്ടിട്ടില്ലേ? അവർക്കൊക്കെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മളെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് ആർക്കും ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണോ എങ്ങനെ വേണോ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാം. കൂടുതലൊന്നും വേണ്ട, വെറുതെ ഒന്ന് ഒളിച്ചോടിയാൽ മതി. എന്നിട്ട് ആ പുതിയ സ്ഥലത്ത് വി ക്യാൻ ഗെറ്റ് അവർ സെക്കൻഡ് ചാൻസ്. കൊള്ളാലോടോ. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നാം എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഇല്ലേ, പ്രോബ്ലംസ് വരുമ്പോൾ ഒളിച്ചോടണോ. അതൊക്കെ മോട്ടിവേഷൻ അല്ലാണ്ട് വേറെ ഒന്നിനും കൊള്ളില്ല. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. സോ യു ആർ എ സീക്രട്ട് സോൾ. അങ്ങനെയൊന്നുമില്ല. എന്നാലും ഞാനായിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും ആരോടും പറയാറില്ല. അവരായിട്ട് അറിയണതൊക്കെ അറിയട്ടെ. എല്ലാം എല്ലാവരോടും പറഞ്ഞാൽ ലൈഫ് ഒരുമാതിരി ബുൾസേ അടിച്ച മാതിരി, സീറോ എക്സൈറ്റ്മെൻറ്റ്. സോ അതും ശരിയല്ലല്ലോ. കൊള്ളാലോടോ, താൻ ഭയങ്കര യുണീക്കാണ്. യുണീക്കാണ്. വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ മനസ്സിലാവുന്നുണ്ട്. സോ പറയാനുള്ളതൊക്കെ പറഞ്ഞെങ്കിൽ ബാക്കി ഞാൻ പറയട്ടെ. മാളു, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അത് അവളുടെ അടുത്ത് എങ്ങനെ പറയുമെന്നറിയില്ല. ഇത്രയൊക്കെ ആലോചിക്കാനുണ്ടോ? പോയെങ്കിൽ പറഞ്ഞാൽ പോരെ. എങ്ങനാടാ 2-3 പ്രാവശ്യം മാത്രം കണ്ടൊരാളെ എങ്ങനെയാ? ഇഷ്ടമാണെന്ന് പറയാൻ ഇത്ര വട്ടം കാണണം, ഇത്ര വട്ടം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടോ? പക്ഷേ ഇത്ര പെട്ടെന്നൊക്കെ പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവളെന്താ വിചാരിക്കുക? എൻ്റെ കയ്യിലാണെങ്കിൽ അവളുടെ ഫോൺ നമ്പർ കൂടിയില്ല. പറയേണ്ടത് പറയണം. അവൾ പിന്നെ നിന്നെ ബ്രദറായിട്ട് എങ്ങനെ കണ്ടാൽ പിന്നെ എല്ലാം പാടാം. അപ്പോൾ നിങ്ങളോ? ഞങ്ങൾ ഇച്ചിരി സ്പെഷ്യൽ അല്ലേ? തമാശ പറഞ്ഞല്ലടാ, കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ നമ്പർ അത് നീ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവളായിട്ട് എന്നെ തരും. എന്തോ എനിക്കറിയില്ല. ഐ ആം കൺഫ്യൂസ്ഡ്. പറയണോ വേണ്ടയോ? ആയിരുന്നോ? ഇവനോടെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു പരിപാടിയുണ്ട്. നമുക്ക് കുറച്ച് മ്യൂസിക്കലായിട്ട് പറയാം. നീ ജൂപ്പിറ്റർ മഴ പാട്ട് കേട്ടിട്ടുണ്ടോ? ആടാ, അതിപ്പോൾ ആരാ കേൾക്കാത്ത? അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഇല്ല. വീഡിയോ അതിപ്പോൾ ഞാനും കണ്ടിട്ടില്ല. അതിലെന്താ ഉള്ളത്? നീയേ അവളെക്കുറിച്ച് ഓർത്തിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. അപ്പം നിനക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അതുപോലെ അങ്ങ് ചെയ്യും. ഇത് നേടെ വീണ്ടെടുത്തല്ലേ? ഹലോ. എടാ എവിടാ? ഞാൻ വീട്ടിലുണ്ടോ? എടാ ഞാൻ തീരുമാനിച്ചു. എന്ത്? എനിക്ക് ഇന്ന് തന്നെ പറയണം. പറ്റുമോ? ഇന്നോ? എനിക്ക് അവിടെ ഒരു ഓർഡർ പ്ലേസ് ആയി അവളുടെ വീടിനടുത്ത്. സോ ഐ ഫീൽ സംതിങ്. എന്തോ എനിക്കിന്ന് പറയണം പോലെ തോന്നുക. എന്നാ അവിടെ പോവാം. ഓക്കേടാ. 6 വർഷം. കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാനിവനിങ്ങനെ കണ്ടിട്ടില്ല. ഇത്ര എക്സൈറ്റഡ് ആയിട്ട്, ഇത്ര ഹാപ്പി ആയിട്ട്, ഇങ്ങനെ വാദവരാതെ സംസാരിക്കുന്നത്. ഇത് എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കാൻ കൂടി പറ്റുന്നില്ല. എൻ്റെ ഹൃദയം അത്രയ്ക്ക് ഫിൽഡാണ്. അവൻ അത്രയ്ക്ക് ഹാപ്പിയാണ്. അവൾ അവനോട് ഇനി എന്താണ് പറയാൻ പോകുന്നതെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കലും തിരികെ വരില്ല എന്ന് കരുതിയ ആ ഹൃദയത്തെ അവളാണ് വീണ്ടും പിടിക്കാൻ പഠിപ്പിച്ചത്. എടാ എന്താടാ? എടാ ഇന്ന് പോണോടാ. നീ ഇത് എത്രാമത്തോട്ടെ വണ്ടി തുറന്നു? ഇല്ല, വാ പോവാം. അതെ, എങ്ങോട്ടാ? അവളുടെ വീട്ടിലോട്ട്. വീട്ടിലോട്ടാ? പ്രപ്പോസ് ചെയ്യാനാ? എടാ നീ ശരിക്കും മണ്ടനാണോ അങ്ങനെ അഭിനയിക്കുവാണോ? നീ എന്തായി പറയണേ? എടാ ഇതൊക്കെ വലിയ പ്രശ്നമാവും. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാടാ? എടാ അജിത്തില്ലേ? അജിത്താ? എടാ അവളുടെ കസിൻ. അതിന്
എടാ അവനോട് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല അവൾ എവിടെ ഉണ്ടെന്ന്. അതൊന്നും വേണ്ട, അതൊക്കെ വലിയ പ്രശ്നവും. അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ഇവനിത് നശിപ്പിക്കും. ആടെ നീ അവിടെ ഉണ്ടോ? ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം. എടാ നീ പെട്ടെന്ന് വണ്ടി എടുത്തേ. എങ്ങോട്ട്? അജിത്തില്ല, അവൻ കഫേയിലുണ്ട്. അവൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാനാ? എടാ അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവളെവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. നീ എന്താ അവനോട് പറഞ്ഞേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ വണ്ടി എടുക്ക്. അവനോട് പറഞ്ഞാൽ ശരിയാവോ? നിനക്ക് ഉറപ്പാണോ? എടാ അജിത്തേ. ആ എന്താടാ, എന്ത് വിളിച്ചേ? എടാ ഒരു അത്യാവശ്യ കാര്യമായിട്ടായിരുന്നേ. ആ നീ കാര്യം പറ. എടാ കാര്യം കുറച്ച് സീരിയസ് ആണ്. നീ പറ. വേണോ അജു? എടാ നീ ഒന്നും മിണ്ടായിരുന്നേ. എടാ എനിക്കിത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാണ്, നീ ഇത് വേറെ റോങ് ആയിട്ടൊന്നും എടുക്കണ്ട. ഇല്ലടാ നീ കാര്യം പറ. നിഹയില്ലേ? ആ നിഹേമനുമായിട്ട് കുറച്ച് ആളായിട്ട് നല്ല കമ്പനിയാണ്, ജസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷേ ഓ നിങ്ങൾ അവളെ കാണാൻ വന്നതാണോ? ഓടാ അവളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവളിപ്പോൾ ഇവിടെ ഉണ്ടാവും. അവള് പോയല്ലോ. പോയോ? ആ എങ്ങോട്ട്? ഹയർ സ്റ്റഡീസിന് UK എവിടെയോ. ഓ എപ്പോഴാ പോയേ? രാവിലെ. നിങ്ങൾ എത്ര ക്ലോസ് ആയിട്ടും അവൾ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? ആടാ ചിലപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. എടാ പോട്ടെ, കരയാതെ. ഇറ്റ്സ് നോട്ട് ഓവർ യെറ്റ്. അല്ലെങ്കിൽ നമുക്കവിടെ നമ്പർ വാങ്ങാം, അല്ലെ ഇൻസ്റ്റ ID നോക്കാം. അങ്ങനെ എന്തൊക്കെ വഴിയുണ്ട്? അതൊന്നും വേണ്ടടാ, അതായിട്ട് വരുന്നേ വരട്ടെ. ഞാനൊരിക്കലും ഫോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. പണ്ടെപ്പോഴും മനസ്സിൽ കൂടിയൊരു ചോദ്യമുണ്ട്, ഐ ഡോണ്ട് ഡിസേർവ് ടു ബി ലവ്ഡ്. അല്ലടാ? എടാ അങ്ങനെയൊന്നുമില്ല, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ. പിന്നെ അവളും വരും, ഷീ വിൽ കം ബാക്ക്. വരുമായിരിക്കും. എടാ എനിക്കൊരു ഓർഡർ ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. എടാ നീ ഓക്കെ ആണോ? അല്ല അവൻ ഓക്കെ അല്ല, ഐ ക്യാൻ ഫീൽ ഇറ്റ്. പക്ഷേ വിൽ കം ഔട്ട് ഓഫ് ദിസ്. അവനത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അന്നൊരിക്കൽ അവൻ ചോദിച്ച പോലെ പറഞ്ഞതും പറയാത്തതായി മറഞ്ഞു പോകുന്ന ഈ സ്നേഹത്തിന് എന്ത് പേരിട്ടാണ് വിളിക്കുക? അറിയില്ല. അറിയാവുന്നതായി ഒന്നേ ഉള്ളൂ, ഹി വിൽ ബി ഓക്കെ. കാരണം ഇതാ പഴയ നിവിനല്ല. നിഹ, യു ഫിക്സ്ഡ് ഹിസ് ഹാർട്ട് ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് ബീറ്റ് ഫോർ യു. എന്നാലും ഇടയ്ക്കിങ്ങനെ തോന്നും, എന്തിനും ഈ വഴി.